ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് കെമിസ്ട്രിയാണ്. കെമിസ്ട്രി പാർട്ട് 4. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്ത് പഠിച്ച പീരിയോഡിക് ടേബിളിൽ എങ്ങനെയാണ് ആറ്റത്തിൻ്റെ സൈസ് വ്യത്യാസപ്പെടുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. പീരിയോഡിക് ടേബിളിൽ എങ്ങനെയാണ് ആറ്റങ്ങളുടെ സൈസ്, അതുപോലെ തന്നെ ഇലക്ട്രോ നെഗറ്റിവിറ്റി, ലോഹ അലോഹ ഗുണങ്ങൾ, കെമിക്കൽ റിയാക്ടിവിറ്റി, അയണൈസേഷൻ, വാലൻസി ഇവ എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് എന്ന് നമുക്ക് പഠിക്കാം. ആദ്യമായിട്ട് ആറ്റമിക് ആരം. അപ്പോൾ എന്താണ് ആറ്റമിക് ആരം? ആറ്റമിക് ആരം എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ നിന്നും അതിൻ്റെ ബാഹ്യതമ ഷെല്ലിലേക്കുള്ള ദൂരമാണ് ആറ്റമിക് ആരം എന്ന് പറയുന്നത്. നമ്മളൊരു സർക്കിൾ വരയ്ക്കുമ്പോൾ നമ്മൾ സാധാരണ പറയാറില്ല റേഡിയസ് അല്ലെങ്കിൽ ആരം എന്നത്. അതെന്താണ്? സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും അതിൻ്റെ വെളിയിലേക്കുള്ള വൃത്തത്തിലേക്കുള്ള ദൂരമാണ് ആരം. അതുപോലെ തന്നെയാണ് ന്യൂക്ലിയസിൽ നിന്നും ആറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിലേക്കുള്ള ദൂരമാണ് ആറ്റമിക് ആരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആറ്റത്തിൻ്റെ സൈസിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, ഗ്രൂപ്പിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും എന്ത് സംഭവിക്കും? പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം കൂടും. പ്രോട്ടോണുകളുടെ എണ്ണം കൂടിയാൽ എന്താണ് സംഭവിക്കുക? ന്യൂക്ലിയർ ചാർജ് കൂടും. ന്യൂക്ലിയർ ചാർജ് കൂടിയാൽ എന്ത് സംഭവിക്കും? നമ്മൾ ഇലക്ട്രോണിനെ പുള്ളി ചെയ്ത് ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് വായു എന്ന് പിടിച്ച് നിർത്താനുള്ള ടെൻഡൻസി കൂടും. പക്ഷേ ഗ്രൂപ്പിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ വേറെ ഒരു വ്യത്യാസം കൂടി നടക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ബാഹ്യതമ ഷെല്ലിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാഹ്യതമ ഷെല്ലിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ആറ്റത്തിൻ്റെ സൈസ് ഇൻക്രീസ് ആവും. അപ്പോൾ നമ്മൾ ഗ്രൂപ്പിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ന്യൂക്ലിയസ് ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും ബാഹ്യതമ ഷെല്ലിൻ്റെ എണ്ണം കൂടുന്നതിനാൽ ആറ്റത്തിൻ്റെ സൈസ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആറ്റമിക് ആരം ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി അത് നമ്മൾ പീരീഡിൻ്റെ ലെഫ്റ്റിൽ നിന്നും ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്തോറും എന്താ സംഭവിക്കുക? ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്തോറും പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം ഇൻക്രീസ് ആവുന്നു. പ്രോട്ടോണുകളുടെ എണ്ണം ഇൻക്രീസ് ആയാൽ എന്ത് സംഭവിക്കും? ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ആവും. ഈ ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യും? ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളെ പിടിച്ചു വയ്ക്കാൻ നോക്കും. പീരീഡിൽ എന്താ സംഭവിക്കുന്നത്? പീരീഡിൽ പുതുതായിട്ട് ബാഹ്യതമ ഷെല്ല് ഇല്ല. ഉള്ള ബാഹ്യതമ ഷെല്ലിൽ തന്നെ അഡീഷണലായിട്ട് വരുന്ന ഇലക്ട്രോണുകൾ ഒക്യുപ്പൈ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യും? ബാഹ്യതമ ഷെല്ലിനെ കുറച്ച് ഇങ്ങനെ പിടിച്ചു വയ്ക്കാൻ നോക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ആറ്റം വളരെയേറെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ചുരുങ്ങാൻ വേണ്ടി നോക്കും. അങ്ങനെ നോക്കുമ്പോൾ പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ സൈസ് കുറയുന്നു, അതായത് ആറ്റമിക് ആരം കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞുതരാം. അതായത് ഗ്രൂപ്പിൻ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്തോറും പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം കൂടുന്നതിനാൽ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ആകുന്നു. പ്രോട്ടോണുകളുടെ എണ്ണം ഇൻക്രീസ് ആകുന്നതിനാൽ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ആകുന്നു. ഈ ന്യൂക്ലിയർ ചാർജ് ബാഹ്യതമ ഷെല്ലുകളെ പിടിച്ചു നിർത്താൻ ഉള്ളിലേക്ക് വലിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഗ്രൂപ്പിൻ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്തോറും എന്ത് സംഭവിക്കും? ബാഹ്യതമ ഷെല്ലുകളുടെ എണ്ണം ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആറ്റത്തിൻ്റെ സൈസ് ഇൻക്രീസ് ആകുകയാണ് ചെയ്യുന്നത്. പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും എന്ത് സംഭവിക്കും? ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. ബാഹ്യതമ ഷെല്ലുകളുടെ എണ്ണം കൂടുകയില്ല. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസ് എന്ത് ചെയ്യും? പുറത്തെ ഷെല്ലിനെ ഭയങ്കരമായിട്ട് ഉള്ളിലേക്ക് പിടിച്ചു വയ്ക്കാൻ ശ്രമിക്കും. കൂടുതൽ ബാഹ്യതമ ഷെല്ലിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കാൻ ന്യൂക്ലിയസിന് കഴിയും. അതുകൊണ്ട് തന്നെ ആറ്റത്തിൻ്റെ സൈസ് കുറയും, അല്ലെങ്കിൽ ആറ്റമിക് ആരം കുറവാകും. ഇനി അടുത്തതാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. അപ്പോൾ എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി? ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ കോവാലന്റ് ബോണ്ടിൽ ബന്ധപ്പെട്ടിട്ടുള്ള ആറ്റങ്ങൾ അവയിലുള്ള ഇലക്ട്രോണിനെ അവയിലേക്ക് ആകർഷിക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. അതിനെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് കോവാലന്റ് ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ സഹസംയോജക ബന്ധം. എന്താണ് കോവാലന്റ് ബോണ്ടിങ്? ഇപ്പോൾ നമ്മളൊരു ഓക്സിജൻ ആറ്റം എടുക്കുക. രണ്ട് ഓക്സിജൻ ആറ്റങ്ങൾ എങ്ങനെയാണ് അവ സ്ഥിരത കൈവരിക്കുക? രണ്ട് ഓക്സിജൻ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്ത് അവയിലുള്ള ബാഹ്യതമ ഷെല്ലിലെ രണ്ട് ഇലക്ട്രോണുകൾ പരസ്പരം ഷെയർ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഈ കോവാലന്റ് ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകൾ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഷെയർ ചെയ്യുന്ന സമയത്ത് ചില ആറ്റങ്ങൾ എന്ത് ചെയ്യും? അവയിലേക്ക് ഇലക്ട്രോണുകളെ വലിക്കാൻ നോക്കും, അല്ലെങ്കിൽ ആകർഷിക്കാൻ നോക്കും. ഈ ആകർഷണമാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇത് മെഷർ ചെയ്യാൻ പ്രത്യേകിച്ച് സ്കെയിലൊന്നുമില്ല, പ്രത്യേകിച്ച് യൂണിറ്റ് ഒന്നുമില്ല. ഇതൊരു ആറ്റത്തിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയാം. ലീനസ് പോളിംഗ് ആണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി അളക്കാൻ വേണ്ടി ഒരു സ്കെയിൽ നിർമ്മിച്ചത്. അപ്പോൾ അതിനെ പോളിംഗ് സ്കെയിൽ എന്നാണ് പറയാറ്. ഇതനുസരിച്ച് ഫ്ലൂറിനാണ് ഏറ്റവും ഇലക്ട്രോ നെഗറ്റിവിറ്റി മൂലകം. അതായത് ഫ്ലൂറിന് എന്ത് ചെയ്യും? ഇങ്ങനെ
കോവാലന്റ് ബോണ്ടിങ് നിൽക്കുന്ന സമയത്ത് ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുമെങ്കിലും കൂടിയും ആ ഇലക്ട്രോണുകളെ തന്നിലേക്ക് ആകർഷിച്ച് നിർത്താൻ ഫ്ലൂറിന് ഭയങ്കര കഴിവാണ്. അതാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലുള്ള ആറ്റം. പിന്നെ ഏറ്റവും കുറഞ്ഞ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള ആറ്റം ഏതാണ്, മൂലകം ഏതാണ്? അത് സീസിയം ആണ്. അപ്പോൾ സീസിയം എന്ത് ചെയ്യും? എനിക്കൊന്നും ആവശ്യമില്ല, നമ്മൾ ഷെയർ ചെയ്യാം, എനിക്ക് വേണമെങ്കിൽ എടുത്തോ എന്നുള്ള ലെവലിൽ നിൽക്കുന്നതാണ് സീസിയം. അപ്പോൾ സീസിയത്തിന് ഇലക്ട്രോനെഗറ്റിവിറ്റി കമ്മിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ട്രെൻഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പീരിയോഡിക് ടേബിൾ എങ്ങനെയാണ് ട്രെൻഡ് നോക്കാം. നമുക്കറിയാം, പീരീഡിൽ അടുത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും എന്ത് സംഭവിക്കും? ആറ്റത്തിൻ്റെ ആരം കമ്മിയാവും. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസിന് ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളെ പിടിച്ചു വയ്ക്കാനുള്ള കഴിവ് കൂടും. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഇലക്ട്രോനെഗറ്റിവിറ്റി വർദ്ധിപ്പിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? അതായത് പീരീഡിൻ്റെ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും നമ്മുടെ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ആകും. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബാഹ്യതമ ഷെല്ലിനെ പിടിച്ച് ഉള്ളിലേക്ക് വലിക്കാൻ നോക്കും. അതുകൊണ്ട് തന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റി പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും കൂടുന്നു. ഇനി ഗ്രൂപ്പിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക? ഗ്രൂപ്പിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആറ്റത്തിൻ്റെ ആരം വലുതാവുന്നു, ആറ്റോമിക് സൈസ് വലുതാവുന്നു. അപ്പോൾ ബാഹ്യതമ ഷെല്ലുകൾ ന്യൂക്ലിയസിൽ നിന്നും വളരെ അകലെയാണ്. ന്യൂക്ലിയസിന് ബാഹ്യതമ ഷെല്ലിനെ പിടിക്കാൻ വലിയ ഒരു പവറില്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഗ്രൂപ്പിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് വരുന്തോറും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയുകയാണ് ചെയ്യുക. എന്നാൽ ഇതിനൊരു അപവാദമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ബോറോണിൽ ഏതൊക്കെ വരിക? ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. അതേതാ ഗ്രൂപ്പ്? 13ാമത്തെ ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിൽ എന്ത് സംഭവിക്കും? ഇലക്ട്രോനെഗറ്റിവിറ്റി ബോറോണിൽ നിന്ന് അലുമിനിയത്തിലേക്ക് കുറയും. അത് സാധാരണ ട്രെൻഡിങ് ഉണ്ട്. പക്ഷേ പിന്നീട് ഗ്രൂപ്പിൻ്റെ താഴേക്ക് പോകുന്തോറും, അതായത് അലുമിനിയം കഴിഞ്ഞാൽ അതാണ് ഗാലിയം, ഇൻഡിയം, താലിയം, ആ ഭാഗത്തിലേക്ക് പോകുന്തോറും ഇതിൻ്റെ നേരെ ഉൾട്ടയായിട്ടാണ് സംഭവിക്കുന്നത്. അതായത് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബോറോൺ എന്ന ഗ്രൂപ്പ് മാത്രമാണ് ഇതിനൊരു അപവാദമായിട്ടുള്ളത്. 13ാമത്തെ ഗ്രൂപ്പ് മൂലകമാണ്. ബോറോണിന് അലുമിനിയം വരെ കറക്റ്റായ ടെൻഡൻസി എന്ത് ചെയ്യും? ഇലക്ട്രോനെഗറ്റിവിറ്റി ആദ്യം കുറയും, പിന്നീട് എന്താ സംഭവിക്കുക? പിന്നീട് അത് കൂടുകയാണ് ചെയ്യുക. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഇതിൽ കൂടുന്നത് എന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഷീൽഡിംഗ് എഫക്റ്റ് കറക്റ്റായിട്ട് ഈ ഗ്രൂപ്പുകളിൽ നടക്കുന്നില്ല. അപ്പോൾ ഈ ഇലക്ട്രോണുകളുടെ മോശം ഷീൽഡിംഗ് കാരണം എന്താ? ഇലക്ട്രോണുകളുടെ മോശം ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ, ഉള്ളിലുള്ള ബാഹ്യതമ ഷെല്ലിലല്ലാത്ത ബാക്കിയുള്ള ഇലക്ട്രോണുകൾ ഈ ന്യൂക്ലിയസിൻ്റെ ആകർഷണം ബാഹ്യതമ ഷെല്ലിലേക്ക് എത്തുന്നതിനെ എഫക്റ്റീവായിട്ട് തടയാൻ ശ്രമിക്കും. ഇതാണ് ഈ ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. 13ാം ഗ്രൂപ്പ് മൂലകങ്ങളിൽ ഈ ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ മോശം പ്രവണതയാണ്. അതായത് വലിയ ഷീൽഡിംഗ് എഫക്റ്റ് കറക്റ്റായി കൊടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ബാഹ്യതമ ഷെല്ലിൽ ന്യൂക്ലിയസിൻ്റെ ചാർജ് ഇൻക്രീസ് ആവുകയും ബാഹ്യതമ ഷെല്ലിൽ ന്യൂക്ലിയർ ചാർജിൻ്റെ എഫക്റ്റ് ഇൻക്രീസ് ആവുകയും അതുകൊണ്ട് ഇലക്ട്രോണുകൾക്കായുള്ള ന്യൂക്ലിയസിൻ്റെ ആകർഷണബലം കൂടും. അതുകൊണ്ട് തന്നെ ബോറോൺ ഗ്രൂപ്പിൻ്റെ താഴേക്ക് വരുമ്പോൾ, അലുമിനിയത്തിന് താഴേക്ക് വരുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ കോവാലന്റ് ബോണ്ടിങ് അല്ലെങ്കിൽ സഹസംയോജക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആറ്റങ്ങളിൽ ചില ആറ്റങ്ങളിൽ ഇലക്ട്രോണുകളെ തങ്ങളിലേക്ക് ആകർഷിച്ച് നിർത്താനുള്ള ഒരു പ്രവണതയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഫ്ലൂറിനാണ് ഏറ്റവും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലുള്ള മൂലകം. സീസിയമാണ് ഏറ്റവും കുറഞ്ഞ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള മൂലകം. ഇത് സാധാരണ അളക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി ഒന്നുമല്ല. പക്ഷേ നമ്മളൊരു ലീനസ് പോളിംഗ് ഇതിനു വേണ്ടി ഒരു സ്കെയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ പോളിംഗ് സ്കെയിൽ എന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ട്രെൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, പീരീഡിൻ്റെ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസ് ആവുകയാണ് ചെയ്യുക. ഇത് ഇൻക്രീസ് ആവാൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, പീരീഡിൻ്റെ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ സൈസ് കമ്മിയാകും. അതുകൊണ്ട് തന്നെ ബാഹ്യതമ ഇലക്ട്രോണുകളെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്ക് വലിക്കാനുള്ള ടെൻഡൻസി കൂടും. അതുകൊണ്ട് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്നതാണ്. അതേസമയം ഗ്രൂപ്പിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും എന്ത് സംഭവിക്കും? ബാഹ്യതമ ഷെല്ലുകൾ ന്യൂക്ലിയസിൽ നിന്ന് അകന്നാണ് ഉണ്ടാവുക. അതുകൊണ്ട് ന്യൂക്ലിയസിന് എഫക്റ്റീവായിട്ടൊരു ആകർഷണം ബാഹ്യതമ ഷെല്ലിൽ പ്രയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇലക്ട്രോനെഗറ്റിവിറ്റി ഗ്രൂപ്പിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് വരുന്തോറും കുറയുകയാണ് ചെയ്യുക. ഇതിനൊരു അപവാദമാണ് 13ാം ഗ്രൂപ്പ് മൂലകങ്ങളിലുള്ളത്. 13ാം ഗ്രൂപ്പ് മൂലകം ഏതാണ്? ബോറോൺ ഫാമിലിയാണ്. ഈ ബോറോൺ ഫാമിലിയിൽ ആരൊക്കെയാണുള്ളത്? ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയമാണുള്ളത്. ബോറോണിന് അലുമിനിയം പോകുന്തോറും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയും. പിന്നെ അലുമിനിയത്തിൽ നിന്ന് താഴേക്ക് വരുന്തോറും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുകയാണ് ചെയ്യുക. ഇതെന്താണ് എന്ന് വെച്ചാൽ, ഈ ഷീൽഡിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ സ്ക്രീനിങ് എഫക്റ്റ് കറക്റ്റായിട്ട് ബോറോൺ ഗ്രൂപ്പിൽ നടക്കുന്നില്ല. ഇത് കാരണം ന്യൂക്ലിയസിന് ബാഹ്യതമ ഷെല്ലിൻ്റെ മേലെ ഉള്ള ഫോഴ്സ്
അട്രാക്ഷൻ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റി ബോറോൺ ഗ്രൂപ്പിൽ അലുമിനിയത്തിന് ശേഷം താഴേക്ക് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലോഹ അലോഹ ഗുണങ്ങൾ നമുക്ക് നോക്കാം. ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതോടെ എന്താ സംഭവിക്കുക? ആറ്റത്തിൻ്റെ സൈസ് കൂടുകയാണ് ചെയ്യുക. ആറ്റത്തിൻ്റെ സൈസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ന്യൂക്ലിയസിന് എഫക്റ്റീവ് ഫോഴ്സ് ബാഹ്യധമ ഷെല്ലിൽ പ്രയോഗിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഈ ബാഹ്യധമ ഷെല്ലിലെ ഇലക്ട്രോണുകൾക്ക് എന്ത് സംഭവിക്കും? അവിടേക്ക് വേണമെങ്കിലും പോകാം എന്നുള്ള ലെവലിലാണ്. അപ്പോൾ നമ്മളുടെ പാരൻസ് നമ്മൾ നേരെ കറക്റ്റായിട്ട് സ്ട്രിക്റ്റ് ഒന്നും ഇല്ല. എന്താ വെച്ചാൽ എന്ത് സംഭവിക്കും? നമ്മൾ നന്നായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കും. അതുപോലെ തന്നെയാണ് ഇതിലും. ആറ്റത്തിൻ്റെ വലിപ്പം വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ന്യൂക്ലിയസിന് എഫക്റ്റീവ് ഫോഴ്സ് ബാഹ്യധമ ഷെല്ലിൽ പ്രയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ ഇലക്ട്രോണുകൾ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ താപമോ കടത്തിവിടുമ്പോൾ ഈ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോണുകൾ ഇവയെല്ലാം കടത്തിവിടും. അതുകൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതോടെ എന്താ സംഭവിക്കുക? ലോഹ സ്വഭാവം കൂടുകയാണ് ചെയ്യുക. അപ്പോൾ പീരീഡിൻ്റെ അടുത്ത് നിന്ന് വലത്തോട്ട് പോകുന്നതോറും എന്ത് സംഭവിക്കും? ആറ്റത്തിൻ്റെ സൈസ് കമ്മിയാവുകയാണ് ചെയ്യുക. ആറ്റത്തിൻ്റെ സൈസ് കമ്മിയാകുമ്പോൾ എന്ത് സംഭവിക്കും? ന്യൂക്ലിയസ് ബാഹ്യധമ ഷെല്ലിനെയും എല്ലാത്തിനെയും പിടിച്ചു വയ്ക്കാൻ നോക്കും. അപ്പോൾ ബാഹ്യധമ ഷെല്ലിലെ ഇലക്ട്രോണുകൾ എവിടേക്ക് ഇങ്ങനെ പോകാൻ നോക്കുക? അവിടെ മേലെ നിന്ന് ഒരാൾ നോക്കാനുണ്ട്, അപ്പോൾ അവിടേക്ക് മൂവ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് എന്ത് സംഭവിക്കും? ഇലക്ട്രോണുകൾ അവിടേക്ക് മൂവ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റിയും താപവൈദ്യുതി കടത്തിവിടില്ല. അതുകൊണ്ട് തന്നെയാണ് പീരീഡിൽ അടുത്ത് നിന്ന് വലത്തോട്ട് പോകുന്നതോറും ലോഹ സ്വഭാവം കുറയുന്നു. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞുതരാം. ലോഹ അലോഹ സ്വഭാവങ്ങൾ എങ്ങനെയാണ് വ്യത്യാസപ്പെടുക? ഗ്രൂപ്പിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്നതോറും ആറ്റത്തിൻ്റെ സൈസ് വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസിന് ബാഹ്യധമ ഷെല്ലിൻ്റെ മേലുള്ള എഫക്റ്റ് ഫോഴ്സ് കുറയുന്നു. ഈ ഫോഴ്സ് കുറയുന്നത് കാരണം എന്ത് ചെയ്യും? ബാഹ്യധമ ഷെല്ലുകൾ പെട്ടെന്ന് ഫ്രീ ആവാൻ ശ്രമിക്കും. ഇലക്ട്രിസിറ്റിയോ താപവൈദ്യുതിയോ കൊടുക്കുമ്പോൾ ഈ ഇലക്ട്രോണുകൾ അത് കണ്ടക്ട് ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ലോഹ സ്വഭാവം കൂടുന്നു. അതേസമയം പീരീഡിൻ്റെ അടുത്ത് നിന്ന് വലത്തോട്ട് പോകുന്നതോറും എന്താ സംഭവിക്കുക? ആറ്റത്തിൻ്റെ സൈസ് കമ്മിയാവുന്നു. ഇലക്ട്രോണുകൾ പൂർണ്ണ ബന്ധനസ്ഥരാണ്. അതുകൊണ്ട് അവ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ താപമോ കടത്തിവിടില്ല. അതുകൊണ്ട് അലോഹ സ്വഭാവം കൂടുന്നു. ഇനി അലോഹ സ്വഭാവം എങ്ങനെയാണ് വ്യത്യാസപ്പെടുക? ഗ്രൂപ്പിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതോറും എന്താ സംഭവിക്കുക? അലോഹ സ്വഭാവം കുറയും. പീരീഡിൻ്റെ അടുത്ത് നിന്ന് വലത്തോട്ട് പോകുന്നതോറും അലോഹ സ്വഭാവം കൂടും. ലോഹ സ്വഭാവത്തിൻ്റെ തനി ഓപ്പോസിറ്റ് സ്വഭാവമായിരിക്കും അലോഹ സ്വഭാവത്തിന്. ഇനി അടുത്തത് കെമിക്കൽ റിയാക്ടിവിറ്റി. അപ്പോൾ എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുക? സാധാരണ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകൾ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുക ചെയ്യുക. അപ്പോൾ ഗ്രൂപ്പിൽ എന്താ സംഭവിക്കുക? ഒരു ഗ്രൂപ്പിലുള്ള മൂലകങ്ങളുടെ ബാഹ്യധമ ഷെല്ലിൻ്റെ ഇലക്ട്രോണുകളുടെ എണ്ണം ഒരുപോലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ രാസഗുണങ്ങളിൽ എന്താ സംഭവിക്കുക? ഒരേ സാദൃശ്യം കാണിക്കും. ഒന്നുകൂടി പറയാം. ഒരു ആറ്റം കെമിക്കൽ റിയാക്ഷന് നോക്കുക. അതിലെ ബാഹ്യധമ ഷെല്ലിലെ ഇലക്ട്രോണുകളാണ് കെമിക്കൽ റിയാക്ഷന് വേണ്ടി ശ്രമിക്കുക. ഒരു ഗ്രൂപ്പിൽപ്പെടുന്ന മൂലകങ്ങളുടെ ബാഹ്യധമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം ഒരുപോലെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം ഒരേ രാസസ്വഭാവം കാണിക്കും. ഒരു ആറ്റത്തിൻ്റെ ബാഹ്യധമ ഇലക്ട്രോണിന് ന്യൂക്ലിയസിൻ്റെ ആകർഷണ ശക്തിയിൽ നിന്ന് വെളിയിൽ വരാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ടുന്ന ഊർജ്ജമാണ് അയനൈസേഷൻ എനർജി. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒരു ആറ്റത്തിൻ്റെ ബാഹ്യധമ ഷെല്ലിലെ ഇലക്ട്രോണുകൾ പുറത്തു വരാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട മിനിമം എനർജിയാണ് അയനൈസേഷൻ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ന്യൂട്രൽ ആറ്റത്തിൽ നിന്ന് ആദ്യത്തെ ഇലക്ട്രോൺ നീക്കം ചെയ്യാൻ നമുക്ക് ആവശ്യമായ ഊർജ്ജമാണ് ആദ്യത്തെ അയനൈസേഷൻ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇലക്ട്രോൺ റിമൂവ് ചെയ്യാനുള്ള എനർജിയാണ് ആദ്യത്തെ അയനൈസേഷൻ എനർജി. ഇനി രണ്ടാമത്തെ നീക്കം ചെയ്യണമെങ്കിലോ രണ്ടാമത്തെ അയനൈസേഷൻ എനർജി. ഇനി നമ്മൾ ആലോചിക്കുക, നമ്മളൊരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്തു, ഒരു ആറ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്തു. അപ്പോൾ ആറ്റം എന്തായി? പോസിറ്റീവ് ചാർജായി. നമ്മൾ വീണ്ടും ഒരു ഇലക്ട്രോണിനെ പുറത്താക്കണം. ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജ് ഇൻക്രീസ് ആയത് കാരണം ബാഹ്യധമ ഷെല്ലിനെ കുറച്ചും കൂടി പിടിച്ച് നിർത്തിയിരിക്കണം, ഇനി ഒരാളും പോകണ്ടാവും പറഞ്ഞിട്ട്. ഇനി അപ്പോൾ നമ്മൾ രണ്ടാമത്തെ റിമൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം? കൂടുതൽ എനർജി കൊടുത്താൽ മാത്രമേ രണ്ടാമത്തെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ അയനൈസേഷൻ എനർജി ലെവൽ എന്ന് പറയുന്നത് ആദ്യത്തെ അയനൈസേഷൻ എനർജി ലെവലിനേക്കാൾ കൂടുതലായിരിക്കും. ഗ്രൂപ്പിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതോറും എന്താ സംഭവിക്കുക? ആറ്റത്തിൻ്റെ സൈസ് കൂടും. ബാഹ്യധമ ഷെല്ലിന് ന്യൂക്ലിയസിന് ബാഹ്യധമ ഷെല്ലിന് മേലെ അത്ര എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല, അത്ര ഫോഴ്സിങ് എഫക്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും അയനൈസേഷൻ എനർജി എന്താ ചെയ്യുക? കുറയുകയാണ് ചെയ്യുക. അതേസമയം നമ്മൾ പീരീഡിൻ്റെ കേസ് എടുക്കാം. പീരീഡിൽ എന്താ സംഭവിക്കുക? അടുത്തു നിന്ന് വലത്തോട്ടും പോകുന്തോറും
ആറ്റത്തിൻ്റെ സൈസ് കമ്മിയാവും. അതുകൊണ്ട് ന്യൂക്ലിയസിന് ബാഹ്യതമ ഷെല്ലിൻ്റെ മേലെ ഭയങ്കര കൺട്രോൾ ഉണ്ട്. അവിടെ നിന്ന് നമ്മളൊരു ഇലക്ട്രോണിനെ പുറത്താക്കാൻ നോക്കി നമ്മൾ കുറേ ഊർജ്ജം മെനക്കെടുത്താൽ മാത്രമേ, കുറേ ഊർജ്ജം കൊടുത്താൽ മാത്രമേ ആറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ നിന്ന് ഇലക്ട്രോണിനെ പുറത്തെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പീരീഡിൻ്റെ ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ അയണൈസേഷൻ എനർജി കൂടുന്നു. അപ്പോൾ അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു ആറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിനെ പുറത്താക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ടുന്ന ഊർജ്ജമാണ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ഒരു ആറ്റത്തിൻ്റെ ഫസ്റ്റ് ഇലക്ട്രോണിനെ പുറത്താക്കാൻ വേണ്ടി കൊടുക്കുന്ന ഊർജ്ജമാണ് ഫസ്റ്റ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ അയണൈസേഷൻ ഊർജ്ജം എന്ന് പറയുന്നത്. ഇനി ഒരു ആറ്റത്തിൻ്റെ ഓൾറെഡി ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്താൽ ആ ആറ്റം പോസിറ്റീവ് ചാർജായി തീരും. അതുകൊണ്ട് തന്നെ ബാഹ്യതമ ഷെല്ലിനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്ത് നിർത്താൻ അതിന് കഴിയും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണം വെച്ചാൽ നമ്മൾ കുറച്ചും കൂടി കൂടുതൽ എനർജി കൊടുത്താൽ മാത്രമേ രണ്ടാമത്തെ ഇലക്ട്രോൺ മൂവ് ചെയ്യാൻ കഴിയുള്ളൂ. രണ്ടാമത്തെ അയണൈസേഷൻ എനർജി ലെവൽ എന്ന് പറയുന്നത് ആദ്യത്തെ അയണൈസേഷൻ എനർജി ലെവലിനേക്കാൾ കൂടുതലായിരിക്കും. ഇനി നമ്മൾ ഇതിൻ്റെ ട്രെൻഡ് എങ്ങനെയാണ് പീരിയോഡിക് ടേബിൾ നോക്കാം. പീരിയോഡിക് ടേബിൾ എങ്ങനെയാണ് ട്രെൻഡ്? ഗ്രൂപ്പിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ആറ്റത്തിൻ്റെ സൈസ് കൂടും. ആറ്റത്തിൻ്റെ സൈസ് കൂടുന്നത് കൊണ്ട് തന്നെ ന്യൂക്ലിയസിന് എഫക്റ്റീവ് ഫോഴ്സ് ബാഹ്യതമ ഷെല്ലിൽ പ്രയോഗിക്കാൻ കഴിയില്ല. ബാഹ്യതമ ഷെല്ലിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അയണൈസേഷൻ എനർജി വളരെ കുറവാണ് ഗ്രൂപ്പിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്തോറും വരിക. അതേസമയം പീരീഡിൻ്റെ അടുത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും എന്ത് സംഭവിക്കും? ആറ്റത്തിൻ്റെ സൈസ് കമ്മിയാകും. ആറ്റത്തിൻ്റെ സൈസ് കമ്മിയാകുമ്പോൾ എന്ത് സംഭവിക്കും? ബാഹ്യതമ ഷെല്ലിനെ ന്യൂക്ലിയസ് ഇങ്ങനെ പിടിച്ചു വയ്ക്കും. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഒരു ഇലക്ട്രോണിനെ നമുക്ക് പുറത്താക്കാൻ എന്ത് ചെയ്യണം? ഒരുപാട് എനർജി നമ്മൾ വേസ്റ്റ് ആക്കേണ്ടി വരും. അതുകൊണ്ട് പീരീഡിൻ്റെ അടുത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും അയണൈസേഷൻ എനർജി കൂടുന്നു. വാലൻസി, അതായത് ഒരു ആറ്റം എപ്പോഴും ശ്രമിക്കുന്നതായിരിക്കും അതിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ നേടാനായിരിക്കും ശ്രമിക്കുക. ഈ 8 ഇലക്ട്രോണുകൾ നേടാൻ വേണ്ടി ഒന്നില്ലെങ്കിൽ അതിന് ഓൾറെഡി ഉള്ള ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? വേറെ ആറ്റത്തിൻ്റെ ഇലക്ട്രോണുകൾ സ്വീകരിക്കണം. അപ്പോൾ വാലൻസി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിരതയുള്ള ഇലക്ട്രോൺ കോൺഫിഗറേഷന് വേണ്ടി ആറ്റം ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുകയോ അല്ലെങ്കിൽ നേടുകയോ ചെയ്യേണ്ട ആ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് വാലൻസി എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, സ്ഥിരതയുള്ള ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നേടാൻ വേണ്ടിയിട്ട് ആറ്റത്തിന് ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുത്തുകയോ അല്ലെങ്കിൽ നേടുകയോ ചെയ്യണം. ആ ഒരു ഇലക്ട്രോണുകളുടെ എണ്ണമാണ് വാലൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കാം. ഫസ്റ്റ് ഗ്രൂപ്പിൽ വാലൻസ് ഷെല്ലിൽ എത്ര ഉണ്ടാവും? വാലൻസ് ഷെല്ലിൽ, ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോണാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് ഈസി ആയിട്ട് സ്ഥിരതയുള്ള ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നേടാൻ വേണ്ടി എന്ത് ചെയ്യണം? ആ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ മതി. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പിലേക്ക് മുമ്പ് എന്ത് ചെയ്യും? 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്താലായിരിക്കും അതിന് സ്ഥിരത കൈവരിക്കാൻ പറ്റുക. ഇനി നമ്മൾ അങ്ങനെ പോയിട്ട് പീരീഡിൻ്റെ ഹാലോജൻ ഗ്രൂപ്പിലെത്തുക. ഹാലോജൻ ഗ്രൂപ്പിൽ എന്താണ്? ഹാലോജൻ ഗ്രൂപ്പിന് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഉണ്ട്. അപ്പോൾ എനിക്ക് ഒരു ഇലക്ട്രോൺ കൂടി തന്നാൽ തന്നെ സ്ഥിരതയുള്ള കോൺഫിഗറേഷൻ നേടാൻ പറ്റും. 7 ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്നതിനേക്കാളും ഈസിയാണ് ഒരു ഇലക്ട്രോൺ സ്വീകരിക്കുക എന്ന് പറയുന്നത്. വാലൻസി എന്താ സംഭവിക്കുന്നത്? ഫസ്റ്റ് ഗ്രൂപ്പിലല്ല, 1, 2 അങ്ങനെ ഇൻക്രീസ് ചെയ്തു. ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസിയാണ് ഫസ്റ്റ് ഗ്രൂപ്പിലല്ല, ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ മേലെ പോയി പിന്നെ പോയി 13, 14, 15 ഗ്രൂപ്പൊക്കെ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രോണുകളെ ആകർഷിക്കാനുള്ള വരിക. അതുകൊണ്ട് തന്നെ ഒരു പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം ആദ്യം വർദ്ധിക്കും. വാലൻസ് എന്ത് ചെയ്യുക? വാലൻസി ഫസ്റ്റ് വർദ്ധിക്കും. പിന്നീട് എന്താ സംഭവിക്കുക? പിന്നീട് കുറയും. പിന്നെ അങ്ങനെ എത്തി നമ്മൾ ഉത്കൃഷ്ടവാദങ്ങളിലെത്തുമ്പോൾ എന്താണ്? ഉത്കൃഷ്ടവാദങ്ങൾ പറയും, എനിക്ക് ആരുമായിട്ട് ഒരു ബന്ധവുമില്ല, ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല, അതുകൊണ്ട് ഞാൻ സ്വതന്ത്രനാണ്. അതുകൊണ്ട് വാലൻസി എന്താണ്? അവിടെ 0 ആണ്. അപ്പോൾ പീരീഡിൻ്റെ അടുത്ത് നിന്നും വലത്തോട്ട് പോകുന്തോറും വാലൻസി ആദ്യം ഇൻക്രീസ് ചെയ്യും, പിന്നീട് കുറയും, പിന്നീട് അവസാനം ഉത്കൃഷ്ടവാദങ്ങളെത്തുമ്പോൾ 0 ആകുകയും ചെയ്യുന്നു. ഇനി ഒരു ഗ്രൂപ്പിലെ മൂലകങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക? ഒരു ഗ്രൂപ്പിലെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമെല്ലാം ഒരുപോലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവയ്ക്കെല്ലാം ഒരേപോലത്തെ വാലൻസി ആയിരിക്കും ഉണ്ടാവുക. ഈ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകൾ ഒന്നില്ലെങ്കിൽ പൂർണ്ണമായും വിട്ടുകൊടുക്കുന്നു, അല്ലെങ്കിൽ പൂർണ്ണമായും വേറെ ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പിലെ മൂലകങ്ങൾക്കെല്ലാം സെയിം വാലൻസി ആയിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് സംക്രമണ മൂലകങ്ങൾ എടുക്കാം. സംക്രമണ മൂലകങ്ങൾ ഏതാണ്? സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് 3 മുതൽ ഗ്രൂപ്പ് 12 വരെയുള്ള 10 ഗ്രൂപ്പുള്ള മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഈ സംക്രമണ മൂലകങ്ങൾ എന്താ സംഭവിക്കുക? ഉള്ളിലുള്ള ഡി സബ് ഷെല്ലിലാണ് ബാഹ്യതമ ഷെല്ലുകൾ ഇലക്ട്രോണുകളിൽ പൂരണം നടക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഈ സംക്രമണ മൂലകങ്ങളിൽ
വേരിയബിൾ വാലൻസിയാണ് കാണിക്കുക. ചിലപ്പോൾ ഡി സബ് ഷെല്ലിലെ ഇലക്ട്രോണുകൾ കൂടി വിട്ടുകൊടുക്കും, അല്ലെങ്കിൽ ഡി സബ് ഷെല്ലിലെ ഇലക്ട്രോണുകൾ കൂടി ആകർഷിക്കും. അങ്ങനെ വേരിയബിൾ വാലൻസി കാണിക്കുന്നവയാണ് സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ഇതുവരെ പഠിച്ചതെല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ പീരിയോഡിക് ടേബിളിലെ സവിശേഷതകളാണ് പഠിച്ചത്. പീരിയോഡിക് ടേബിളിൻ്റെ ട്രെൻഡുകൾ എങ്ങനെയാണ്, ആറ്റോമിക് ആരം എങ്ങനെയാണ് സംഭവിക്കുക, ആറ്റോമിക് ആരത്തിൻ്റെ ഇത് ഇടത്തു നിന്ന് ഗ്രൂപ്പിൻ്റെ പീരീഡിൻ്റെ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്നതോറും എന്ത് സംഭവിക്കും? ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബാഹ്യതമ ഷെല്ലിനെ പിടിച്ചു വയ്ക്കാൻ നോക്കും. അതുകൊണ്ട് ആറ്റോമിക് സൈസ് കുറയുകയാണ് ചെയ്യുക. അതേസമയം ഗ്രൂപ്പിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതോറും എന്താ ചെയ്യുക? ആറ്റത്തിൻ്റെ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. പക്ഷേ പുതുതായിട്ട് ബാഹ്യതമ ഷെല്ലുകൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഗ്രൂപ്പിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതോറും ആറ്റത്തിൻ്റെ ആരം അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ സൈസ് ഇൻക്രീസ് ആകുന്നു. ഇനി ഇലക്ട്രോനെഗറ്റിവിറ്റി പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞത്, കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുന്ന ആറ്റങ്ങൾ അവ എന്ത് ചെയ്യും? ആറ്റത്തിന് തന്നിലേക്ക് ആകർഷിക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. ഈ പ്രവണതയാണ് എന്ത് പറയുന്നത്? ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രോനെഗറ്റിവിറ്റി എങ്ങനെയാണ് മാറുക? ഇലക്ട്രോനെഗറ്റിവിറ്റി പീരീഡിൻ്റെ അടുത്ത് നിന്ന് വലത്തോട്ട് പോകുന്നതോറും എന്ത് സംഭവിക്കും? ആറ്റത്തിൻ്റെ സൈസ് കമ്മിയാണ് ചെയ്യുക. അപ്പോൾ ആറ്റത്തിൻ്റെ സൈസ് കമ്മിയാകുമ്പോൾ എന്ത് ചെയ്യും? ബാഹ്യതമ ഷെല്ലിനെ പിടിച്ചു വയ്ക്കാൻ നോക്കും. ബാഹ്യതമ ഷെല്ലിനെ പിടിച്ചു വയ്ക്കുന്നതുകൊണ്ട് തന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റി പീരീഡിൻ്റെ അടുത്ത് നിന്ന് വലത്തോട്ട് പോകുന്നതോറും കൂടുകയാണ് ചെയ്യുക. അതേസമയം ഗ്രൂപ്പിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതോറും എന്താ സംഭവിക്കുക? ആറ്റത്തിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. ന്യൂക്ലിയസിന് ബാഹ്യതമ ഷെല്ല് എന്തോ ചെയ്യട്ടെ പറഞ്ഞിട്ട് നിൽക്കും. ബാഹ്യതമ ഷെല്ലിൻ്റെ മേലെ കൺട്രോൾ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയുകയാണ് ചെയ്യുക. ഏറ്റവും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലുള്ള മൂലകം എന്ന് പറയുന്നത് ഫ്ലോറിനാണ്. ഏറ്റവും കുറവുള്ള മൂലകം CCM ആണ്. ലീനസ് പോളിംഗ് എന്ന വ്യക്തിയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കെയിൽ നിർമ്മിച്ചത്. ഇത് അളക്കാൻ പറ്റുന്ന ഒരു മെഷറബിൾ ക്വാണ്ടിറ്റി ഒന്നുമല്ല, പക്ഷേ ഇതിനു വേണ്ടി ഒരു സ്കെയിൽ കണ്ടുപിടിച്ചത് ലീനസ് പോളിംഗ് ആണ്. അതുകൊണ്ട് ഇതിനെ പോളിംഗ് സ്കെയിൽ എന്നും അറിയപ്പെടുന്നു. ഇനി ലോഹാലോഹ ഗുണങ്ങൾ എങ്ങനെയാണ് വ്യത്യാസപ്പെടുക? നമ്മളൊരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരികയാണ്. അപ്പോൾ ആറ്റത്തിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുകയാണ്. ന്യൂക്ലിയസിന് ബാഹ്യതമ ഷെല്ലിന് മേലെ കൺട്രോൾ ഒന്നുമില്ല. അതുകൊണ്ട് ആ ഇലക്ട്രോണുകൾ അപ്പോൾ ആണെങ്കിലും ഫ്രീ ആയിട്ട് അവിടേക്കാണെങ്കിലും പുക വട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ താപമോ അല്ലെങ്കിൽ വൈദ്യുതിയോ കടത്തിവിടുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഇലക്ട്രോണുകൾ അവയെല്ലാം കണ്ടക്ട് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതോറും ലോഹ സ്വഭാവം കൂടുകയാണ് ചെയ്യുക. അതേസമയം പീരീഡിൻ്റെ അടുത്ത് നിന്ന് വലത്തോട്ട് പോകുന്നതോറും എന്ത് സംഭവിക്കുക? ആറ്റത്തിൻ്റെ സൈസ് കമ്മിയാവും. ബാഹ്യതമ ഷെല്ലിനെ പിടിച്ചു വയ്ക്കും. ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണൊന്നും ഫ്രീ അല്ല. അതുകൊണ്ട് നമ്മൾ താപമോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയോ കടത്തിവിടുമ്പോൾ അത് കണ്ടക്ട് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്നതോറും ലോഹ സ്വഭാവം കുറയുകയാണ് ചെയ്യുക. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അലോഹ സ്വഭാവം. അലോഹ സ്വഭാവം എന്താ ചെയ്യുക? ഗ്രൂപ്പിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതോറും കുറയും. പീരീഡിൻ്റെ അടുത്ത് നിന്ന് വലത്തോട്ട് പോകുന്നതോറും കൂടുകയാണ് ചെയ്യുക. ഇനി കെമിക്കൽ റിയാക്ടിവിറ്റിയിൽ ആരാ പങ്കെടുക്കുക? ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളാണ് പങ്കെടുക്കുക. അപ്പോൾ ഒരു ഗ്രൂപ്പിലെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എല്ലാം ഒരേ നമ്പർ ആയിരിക്കും. അതുകൊണ്ട് ഒരു ഗ്രൂപ്പിലുള്ള ആറ്റങ്ങളെല്ലാം ഒരേ രാസ സ്വഭാവം കാണിക്കുന്നു, ഒരേ കെമിക്കൽ റിയാക്ഷൻ മാതിരി കാണിക്കുന്നു. അടുത്തതാണ് അയനൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ ബാലൻസ് ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളെ പുറത്താക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ടുന്ന ഊർജ്ജമാണ് അയനൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ആദ്യത്തെ അയനൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫസ്റ്റത്തെ ഇലക്ട്രോണുകൾ റിമൂവ് ചെയ്യാൻ കൊടുക്കേണ്ട എനർജിയാണ് അയനൈസേഷൻ എനർജി. ഫസ്റ്റ് അയനൈസേഷൻ എനർജി അല്ലെങ്കിൽ ആദ്യത്തെ അയനൈസേഷൻ ഊർജ്ജം എന്ന് പറയുന്നത് ഫസ്റ്റത്തെ നമ്മൾ ഇലക്ട്രോണുകൾ റിമൂവ് ചെയ്താൽ പിന്നെ ആറ്റം പോസിറ്റീവ് അയോണായിട്ട് മാറുന്നു. ഈ എപ്പോൾ പോസിറ്റീവ് അയോൺ ആകുന്നത് കൊണ്ട് തന്നെ അതിന് ബാക്കിയുള്ള ഷെല്ലിനിലെ ഇലക്ട്രോണുകളെല്ലാം പിടിച്ച് വെക്കാൻ നോക്കും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഒരു ഇലക്ട്രോണിനെയും കൂടെ റിമൂവ് ചെയ്യണം വെച്ചാൽ ആദ്യത്തെ ഇലക്ട്രോണുകൾ റിമൂവ് ചെയ്തതിനേക്കാൾ കൂടുതൽ ഊർജ്ജം അപ്ലൈ ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ അയനൈസേഷൻ എനർജി എപ്പോഴും ആദ്യത്തെ അയനൈസേഷൻ എനർജിനേക്കാൾ കൂടുതലായിരിക്കും. ഇനി ഇതിൻ്റെ ടെൻഡൻസി എങ്ങനെയാണ്? പീരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്നതോറും എന്താ സംഭവിക്കുക? ആറ്റത്തിൻ്റെ സൈസ് കമ്മിയാവും. ആറ്റത്തിലെ ബാഹ്യതമ ഷെല്ലിനെയും എല്ലാത്തിനെയും പിടിച്ചു വയ്ക്കാൻ നോക്കും. അതുകൊണ്ട് തന്നെ അയനൈസേഷൻ എനർജി കൂടിക്കൊണ്ടായിരിക്കും പീരീഡിൽ അടുത്തുനിന്ന് വലത്തോട്ട് പോകുന്നതോറും. അതേസമയം ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതോറും എന്താ സംഭവിക്കുക? ആറ്റത്തിൻ്റെ സൈസ് കൂടുന്നു. ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണായിട്ട് അത്ര ബന്ധമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതോറും അയനൈസേഷൻ എനർജി കുറയുകയാണ് ചെയ്യുക. ഇനി വാലൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചിരുന്നു. വാലൻസി എന്ന് പറഞ്ഞാൽ ഒരു ആറ്റം കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ അതിന് ഇലക്ട്രോൺ നഷ്ടപ്പെടണം, അല്ലെങ്കിൽ ഇലക്ട്രോണുകൾ നേടാം. പിന്നെ സംയോജക ബന്ധമുണ്ട്, അത് ഞാൻ പിന്നെ വീണ്ടും പഠിപ്പിക്കാം. അപ്പോൾ ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ നേടുകയോ ചെയ്യാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് മൂലകത്തിൻ്റെ വാലൻസി എന്ന് പറയുന്നത്. ഒരു പീരീഡിൻ്റെ അടുത്തുനിന്ന് വലത്തോട്ട് പോകുന്നതോടെ എന്ത് സംഭവിക്കുക? വാലൻസി ആദ്യം കൂടും, പിന്നീട് കുറഞ്ഞ് ഉത്കൃഷ്ടവാതകങ്ങൾ എത്തുമ്പോൾ
സീറോ ആകും. ഫസ്റ്റ് 1-2 ഗ്രൂപ്പ് മൂലകങ്ങളൊക്കെ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാനാണ് ശ്രമിക്കുക. കാരണം ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോണുകളോ അല്ലെങ്കിൽ 2 ഇലക്ട്രോണുകളോ ഉണ്ടാവുകയുള്ളൂ. അവ വിട്ടുകൊടുക്കുന്നതാണ് അവയ്ക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള പണി. അതുകൊണ്ട് അവ വിട്ടുകൊടുക്കും. അതേസമയം നമ്മൾ ഹാലോജനുകളൊക്കെ എടുക്കുകയാണെങ്കിൽ അവയ്ക്ക് ഒരു 7 ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്നതിനേക്കാളും ഈസിയാണ് ഒരു ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വാലൻസ് എന്ന് പറയുന്നത് ആദ്യം ഇൻക്രീസ് ആകും, പിന്നീട് കുറയും. ഉത്കൃഷ്ടവാതകങ്ങൾ എത്തുമ്പോൾ അവയ്ക്ക് ഓൾറെഡി വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോണുകളാണുള്ളത്. അവ അതുകൊണ്ട് പുതുതായിട്ടൊന്നും സ്വീകരിക്കുകയോ നഷ്ടപ്പെടുത്തുകയൊന്നും ചെയ്യില്ല. അങ്ങനെ അവിടെ വാലൻസ് 0 ആകും. ഇനി ഗ്രൂപ്പിൽ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതോടെ എന്താ സംഭവിക്കുക? ഒരേ ബാഹ്യതമ ഷെല്ലിൽ ഒരേ ഇലക്ട്രോണുകളാണ് ഉണ്ടാവുക, ഒരേ നമ്പർ ഇലക്ട്രോണുകൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവയുടെ വാലൻസ് എല്ലാം ഒരേപോലെ ആയിരിക്കും ഉണ്ടാവുക. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.